നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. താമര നൂലിനാൽ പ്രേക്ഷകരെ, ആസ്വാദകരെ സംഗീതത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രതിഭയെയാണ് ഇന്ന് അതിഥിയായി JB ജംഗ്ഷനിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, സംഗീതത്തിൻ്റെ വിസ്മയ ലോകം തീർത്ത ഔസേപ്പച്ചനെ. സ്വാഗതം ചെയ്യാം ഔസേപ്പച്ചനെ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഔസേപ്പച്ചൻ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിയെ ഒരുപക്ഷെ സംഗീതത്തിൻ്റെ താമര നൂലിൽ കെട്ടിക്കോർത്ത് അവൻ്റെ ആസ്വാദനക്ഷമതയെയും ശക്തിയെയും ത്രസിപ്പിക്കുകയും ദൃഢപ്പെടുത്തുകയും ചെയ്തൊരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു അഹങ്കാരം ഔസേപ്പച്ചൻ്റെ മുഖത്തോ ഭാവത്തിലോ ചേഷ്ടകളിലോ ഇല്ല. അത് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമല്ല. മലയാളത്തിൽ നിന്ന് വളർന്ന് എല്ലാ വുഡുകളിലും എത്തിയപ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്നത് എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അഹങ്കരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം, എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം നമ്മളായിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളൊരു ധാരണ എനിക്കില്ല. ഒരുപാട് കേൾക്കുന്നു, ഒരുപാട് സംഗീതം കേൾക്കുന്നു, ഇതൊക്കെ നമ്മുടെ പഠനമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ആദ്യകാലം മുതൽ എത്രയോ സംഗീതജ്ഞന്മാർ, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സംഗീതം, അത് കേട്ട് അവർ പല സംഗീതങ്ങളും അതിനെ കൊടുത്തു, പുതിയ ഇനങ്ങൾ കൊടുത്തു, അങ്ങനെ വരുന്നു. അപ്പം നമ്മളും നമ്മളുടെ ഈ ഒരു നിമിത്തമായി മാറുന്നു. ഔസേപ്പച്ചനെ എപ്പോഴും ഒരു വയലിൻ്റെ കൂടെ കാണുക. ഇന്ന് വയലിനൊന്നും ഇല്ല. അതൊരു കാലം ഉണ്ടായിരുന്നു. ഞാനൊരു 5 കൊല്ലമായിട്ട് ഇപ്പോൾ വയലിൻ പ്രൊഫഷണലായിട്ട് ഞാൻ വായിക്കാൻ പോകാറില്ല. ആരോ പറഞ്ഞു കേട്ടു, ഭാര്യയെ മാറോടടച്ചതിനേക്കാൾ എത്രയോ തവണ വയലിനെ മാറോടടച്ചിട്ടുണ്ടോ? അത് സത്യമാണ്. ഞാൻ എൻ്റെ കല്യാണം ഐ ഹാവ് ഓൾറെഡി മാരീഡ് മൈ വയലിൻ. ഇതായിരുന്നു എൻ്റെ ഒരു... താങ്കളുടെ ആദ്യ പ്രണയവും അവസാന പ്രണയവും ഒക്കെ വയലിനാണ്. വയലിനാണ്. ഔസേപ്പച്ചൻ്റെ ഒരു ജീവിത രേഖ പരിശോധിക്കുമ്പോൾ ഔസേപ്പച്ചൻ്റെ ഈ സൗമ്യഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, എവിടെയോ വെച്ച് ഔസേപ്പച്ചൻ വഴിതെറ്റിപ്പോയി. ദൈവവിളി കിട്ടി ഒരു പാതിരിയായി ഞങ്ങൾക്കെല്ലാം ഈ മതപ്രഭാഷണങ്ങളും ബൈബിളൊക്കെ പറഞ്ഞു തരേണ്ട ഔസേപ്പച്ചൻ പിന്നീട് സംഗീതത്തിൻ്റെ ശീലുകളാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. ഒരച്ഛനായിരുന്നെങ്കിൽ എന്തായിരിക്കും ഔസേപ്പച്ചൻ്റെ ഒരു... പക്ഷേ അതൊരു വളരെ നല്ല ഒരു തീരുമാനമാണ്. ഞാനെടുത്തതല്ല. ഞങ്ങൾ പള്ളിയിലച്ഛൻ തന്നെയാണ് ഔസേപ്പച്ചനെ പഴപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അലങ്കാരം മാത്രമാണ്. ദൈവവിളി ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയോ? അത് ഒരു വയലിൻ ഒരു അച്ഛൻ എനിക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ടല്ല ഞാൻ വയലിനിസ്റ്റായത്. ഞാൻ വയലിനിസ്റ്റ്, അച്ഛൻ അതിനൊരു നിമിത്തമായി അച്ഛനൊരു വയലിൻ എനിക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ തന്നില്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് ഞാനിത് മേടിക്കും. ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും കക്കാൻ പോയിട്ടെങ്കിലും ഞാനൊരു വയലിൻ എടുക്കും. കാരണം അത്രമാത്രം വയലിൻ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അതെന്നെ തടയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഈ സെമിനാരിയിലൊക്കെ പോയിട്ട് ഈ പുറത്തേക്ക് വരിക എന്നുള്ളത് പറഞ്ഞത് വലിയ ദുഷ്കരമായ പരിപാടിയാണ്. ദുഷ്കരമായിട്ടുള്ളൊരു പ്രതീതി അന്നുണ്ടായിരുന്നു. അതെ, എന്താ കാരണം, ഒന്ന് കയറിപ്പോയാൽ ഹിന്ദി പറഞ്ഞ പോലെ ഫസ് ഗയ, അവിടെ അങ്ങോട്ട് പെട്ടുപോകും. അത് വലിയ ഒരു... പുറത്തേക്ക് വരണമെങ്കിൽ ആ കയറിയതിനേക്കാൾ 10 മടങ്ങ് ഊർജം ആവാഹിച്ചാൽ മാത്രമേ പുറത്തേക്കുള്ള എൻട്രി വരുള്ളൂ. അത് വളരെ കറക്റ്റാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഈ പുറത്ത് പോകുന്ന കാര്യം, പുറത്തേക്ക് വരുന്ന കാര്യം ആലോചിച്ചിട്ട് ഞാൻ പല ദിവസങ്ങളിലും എൻ്റെ ഉറക്കം പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ടെൻഷനായി. അപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നെ പുറത്ത് വിടാൻ ആഗ്രഹിച്ച ഞങ്ങളുടെ റെക്ടറച്ഛൻ തന്നെയാണ്, ഫാദർ ആൻ്റണി മാളിയേക്കൽ. അദ്ദേഹമാണ് എന്നോട് പുറത്തു പോകാൻ പറയുന്നത്. ഒരു അച്ഛനാണ് വഴി പഴപ്പിച്ചല്ല, അദ്ദേഹം അല്ലല്ല. സാധാരണ ദൈവവിളി കിട്ടിയൊരുത്തിനെ ആ ദൈവവിളിയുടെ പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് നയിക്കേണ്ട അച്ഛൻ പാതി വെച്ച് പറയാണ്, മോനെ നിൻ്റെ ഈ സങ്കടമൊക്കെ ഞാൻ കാണുന്നുണ്ട്, ആത്മസംഘർഷം, നീ പോയിക്കോ. അതല്ല, അദ്ദേഹത്തിൻ്റെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഈ ദൈവവിളി എന്ന് പറഞ്ഞത് മതപ്രഭാഷണം ഈ ലോഹയിട്ടുകൊണ്ട് തന്നെ ആവണമെന്നില്ല.
അതതിന്റെ സൈദ്ധാന്തികത. അതെ. ഔസേപ്പച്ചൻ പക്ഷെ അന്നേരം അതൊന്നും ചിന്തിക്കുന്നില്ല. അല്ല, അന്നേരം ചിന്തിക്കുന്ന ഇത്രയാണ്. ഞാൻ ചിന്തിച്ചില്ല, പക്ഷെ അദ്ദേഹം ചിന്തിച്ചു. താങ്കൾ ചിന്തിക്കുന്ന ഇത്രയാണ്, ഇവിടെ വന്ന് കയറി പോവുകയും ചെയ്തു, ഇനി ഇവിടുന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചില്ലറ പാടല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കഷ്ടമാണത്, എൻ്റെ ഒരു എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ടെൻഷനാണത്. എങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ വന്നു, പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമല്ല. പക്ഷേ എന്നിലെ ഈ സംഗീത വാസന, ഞാൻ സംഗീതത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ വൈദികനാകണമെങ്കിൽ ഒരു നിയമമുണ്ട്, നമുക്കൊന്നിനോടും പർട്ടിക്കുലറായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല, പ്രതിപത്തി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ കളിക്കുന്ന നേരത്തും ഭക്ഷണം കഴിക്കേണ്ട നേരം പോലും പലപ്പോഴും ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് വയലിനിരുന്ന് വായിക്കുന്ന ഒരു വളരെ ഇങ്ങനെ ഒരു കക്ഷിയെ കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി. കാരണം ഇവൻ ദൈവവിളി, അത് വേറെ കാര്യം, ദൈവം വിളിച്ചിട്ടുണ്ട്, ദൈവവിളി ഉണ്ട്, പക്ഷെ അത് ഇവിടെ നിൽക്കാനല്ല. പക്ഷെ അവൻ്റെ തലവര വേറെയാണ്. ദൈവം വിളിച്ചിരിക്കുന്നു. പക്ഷേ ഈ സെമിനാരി ചാടുക, മഠം ചാടുക എന്നൊക്കെ പറഞ്ഞ ദുഷ്കരമായ വലിയ ഉയരത്തിലുള്ള മതിലാണ്. അതെ അതെ, മനസ്സിൻ്റെ മതിൽ. അതെ. അപ്പോൾ അതെന്തായാലും ഔസേപ്പച്ചൻ ചാടിക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് ചാടുകയാണെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതുണ്ട്. അത് ഈ പോൾ വാൾട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ വലിയൊരു ചാട്ടത്തിന് വേണ്ടി എന്തെങ്കിലും ശക്തമായിട്ടുള്ള ഊർജം ഒരുപക്ഷെ ഔസേപ്പച്ചന് സംഗീതം പ്രദാനം ചെയ്തിട്ടുണ്ടാകാം. അതായിരിക്കും ഔസേപ്പച്ചൻ്റെ ചാട്ടത്തിനെ ത്വരിതപ്പെടുത്തിയത്. അതെ. സ്വന്തം പിതാവിന്, അപ്പന്, അങ്ങനെയല്ലേ തൃശ്ശൂരുകാർ പറയാ, അപ്പന് ഔസേപ്പച്ചൻ സംഗീതത്തിൻ്റെ ലോകത്ത് വിരാജിക്കുന്ന അത്ര ആയിരുന്നില്ല, ഒട്ടും ആയിരുന്നില്ല. ഒരു സുഹൃത്തിനെ വേണമെങ്കിൽ ഞാൻ ഇപ്പം പ്രത്യക്ഷപ്പെടുത്താം. ശരി ഔസേപ്പച്ച, നിൻ്റെ കലാപരിപാടികൾ, അതായത് വയലിനും മ്യൂസിക്കൊക്കെ അപ്പച്ചൻ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പച്ചൻ വിചാരിച്ചു അപ്പച്ചൻ്റെ തലമുറയോട് കൂടിയിട്ട് ഈ സംഗീതം അവിടെ അവസാനിക്കണം, കലാപരിപാടികൾ, കലയോടുള്ള താല്പര്യങ്ങൾ അവിടെ അവസാനിക്കുന്നതായിരുന്നു അപ്പച്ചൻ്റെ താല്പര്യം. എന്നിട്ടും നീ അതിനെ മറികടന്ന് നീ ഒരു വലിയ മ്യൂസിഷ്യനായി. പക്ഷേ മകൻ ഒരു സിനിമയിൽ അഭിനയിച്ച് വന്നപ്പോൾ നീ അതിന് അത്രയും പ്രോത്സാഹനം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യുന്നു. അത് പെട്ടെന്ന് അവസാനിപ്പിച്ചോളം പറയുന്നു. കല ഈ തലമുറയോടുകൂടി അവസാനിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് നിനക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഡേവിസ് ഇമ്മട്ടി ഔസേപ്പച്ചൻ്റെ വളരെ അടുത്ത ദീർഘകാലത്തെ സുഹൃത്താണ്. ആ സൗഹൃദത്തിനിടയിൽ ഒരു പണി എന്നിരിക്കുകയാണ്. അതായത് സ്വന്തം അപ്പൻ്റെ സ്വഭാവമാണ് ഔസേപ്പച്ചൻ എന്ന മകന്. ഔസേപ്പച്ചൻ്റെ പിതാവ് ഔസേപ്പച്ചനെ പ്രോത്സാഹിപ്പിച്ചില്ല, എന്നിട്ടും ഔസേപ്പച്ചൻ കലാകാരനായി മാറി. പക്ഷെ അതേ വൃത്തികെട്ട സ്വഭാവമാണ് ഈ ഔസേപ്പച്ചൻ. അതിൽ വൃത്തികെട്ട സ്വഭാവം എന്ന് പറയുന്നതിൽ ഞാൻ ഇൻവെർട്ടർ കോമീറ്ററിനാ പറയണത്. അല്ല, അത് വൃത്തികെട്ട സ്വഭാവം ആകട്ടെ, പക്ഷേ എൻ്റെ അപ്പൻ എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. എന്നിട്ട് ഞാൻ ഒരു മ്യൂസിഷ്യനായി. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ എന്നേക്കാൾ വലിയവരാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഔസേപ്പച്ചൻ ഒരുപക്ഷെ പിതാവ് പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും പിതാവിൻ്റെ വഴിത്താരയിലൂടെ ഔസേപ്പച്ചൻ പോയിരുന്നെങ്കിൽ പിതാവിൻ്റെ മനസ്സിലെ സക്സസ്ഫുൾ ഔസേപ്പച്ചൻ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഗുമസ്തനായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിതാവ് എങ്ങനെ ഈ പറഞ്ഞ വയലിൻ എടുത്ത് മറ്റേ അതിൻ്റെ ഇതൊക്കെ എടുത്ത് മുറിച്ച് കളഞ്ഞോ? അതൊക്കെ അല്ല, അത് കത്തിച്ച് കളയാൻ പോയതാണ്. കത്തിച്ച് കളയാൻ. പിന്നെ എൻ്റെ അമ്മയാണ് അത് തടുത്ത് നിർത്തിയത്. അടുപ്പിൽ ഇട്ട് കത്തിക്കാനായിട്ട് പോയി. അപ്പോൾ അമ്മയാണ് അത് തടുത്ത് നിർത്തിയത്, എൻ്റെ അമ്മ. എത്ര ദിവസങ്ങളിൽ വീട്ടിൽ ഇത് സംബന്ധിച്ച് വയലിനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ ഇത്രയും വയലൻ്റായിട്ട് വയലിൻ കൈകാര്യം ചെയ്ത് പലപ്പോഴും എന്നെ അടിച്ചിട്ട് പോലും ഉണ്ട്. ഞാൻ വല്ല പ്രോഗ്രാമിനൊക്കെ പോയി വന്നത് അറിയുമ്പോൾ, വല്ല പ്രോഗ്രാമിനൊക്കെ വിളിച്ചൊക്കെ പോവാം. ഞാൻ അന്ന് രാത്രി വല്ല പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആകുമ്പോൾ ഞാൻ പതുക്കെ അമ്മ പിന്നിലത്തെ വാതിൽ തുറന്നിടും. എന്നിട്ട് ഞാൻ പിന്നിൽ കൂടെ കയറി മുകളിൽ കിടന്നുറങ്ങി, കാലത്ത് ഞാൻ രാത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള പോലെ താഴ്ത്തിയിറങ്ങി. പക്ഷേ ആ അപ്പനെല്ലാം അറിയുന്നുണ്ടാവും മിക്കവാറും. ഉണ്ടായിരിക്കാം. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറഞ്ഞ ഔസേപ്പച്ചൻ സംഗീതത്തിൻ്റെ വഴിത്താരകളിൽ നിന്ന് മാറി താൻ വിഭാവനം ചെയ്യുന്ന വഴിത്താരയിലൂടെ പോകണം എന്ന് ശഠിച്ച പിതാവ് ഏതെങ്കിലും ഘട്ടത്തിൽ ഔസേപ്പച്ചൻ്റെ ഈ സംഗീത സബരിയിൽ അഭിമാനം കൊണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എപ്പം അത് തുടങ്ങിയത്? അത് ഞാൻ മദ്രാസിൽ പോയതിന് ശേഷം
ഞാനൊരിക്കൽ വല്ലപ്പോഴും ഒരിക്കൽ വെക്കേഷൻ ദേവരാജൻ മാഷ്ട കൂടെ ആയിരുന്നു ഞാൻ മദ്രാസിൽ ചെന്നിട്ട് വയലിനൊക്കെ വായിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഫാദറിന് അങ്ങനെ ഒരു എന്നെക്കുറിച്ച് ഒരു അഭിമാനം ഉള്ളിൽ തോന്നിയെന്നറിയുന്നത് ഞാൻ ഓവർ ഹിയർ ചെയ്തതാണ്. കാരണം എൻ്റെ മൂത്ത ബ്രദറിൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു വിശിഷ്ട ദിവസത്തിൽ അവർ വിരുന്ന് സൽക്കാരത്തിനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആര്? എൻ്റെ ചേട്ടത്തിയാരുടെ പാരൻസ്. അവർ വന്ന് അവർ ഊണുമുറിയിലിരുന്ന് സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ ഇനി അടുത്ത ആൾ ഞാനാണല്ലോ, എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഫാദർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവനിപ്പോൾ മദ്രാസിൽ വലിയ വയലിനിസ്റ്റാണ്, ദേവരാജൻ മാസ്റ്ററുടെ കൂടെയാണ്, ഈസ് ഡൂയിങ് വെരി വെൽ ഓഫ് എന്നൊക്കെ. അപ്പോഴാണ് ഔസേപ്പച്ചൻ തെറ്റിദ്ധരിച്ചത്. കാരണം അതിനുശേഷം ഞാൻ വരുമ്പോൾ ഫാദറിനെ കാണാറുണ്ട്. അങ്ങനെ ലോഹിയൊന്നുമില്ല. അല്ല, ഓൾറെഡി ഞാൻ പോയി കഴിഞ്ഞു. ഓക്കെ. ഞാൻ അത് പോയി തന്നെ ഞാൻ ആരും അറിയാണ്ടാണ് പോയത്. എൻ്റെ അമ്മയോട് മാത്രം പറഞ്ഞിട്ട് നാട് വിട്ടു പോകാമെന്ന് പറയുന്ന പോലെയാണ് ഞാൻ പോയത്. ഒളിച്ചോടിയ പോലെയാണ്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വന്ന് പോകും. പിന്നെ കാഷ്വൽ ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങൾ. പിന്നെ മദ്രാസിൽ തിരിച്ചു വരുമ്പോൾ അപ്പൻ ഇങ്ങനെ ഒരു മകൻ വന്നതായിട്ട് പോലും ഗമനിക്കാറില്ലല്ലോ. അല്ല, പിന്നെ അത് ഗ്രാജുവലി അത് ഇത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഏറ്റവും പുള്ളിയുടെ മക്കളിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത ഒരാളായി ഞാൻ മാറിയെന്ന് പുള്ളി മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലാക്കാനുള്ള പല അവസരങ്ങളും ഉണ്ടാക്കി തന്നു. ഒരുപക്ഷെ അപ്പനോട് മധുരമായിട്ട് പകവീട്ടിയതാണ്. അതല്ല, അത് ഇറ്റ്സ് എ പകവീട്ടെന്ന് നമ്മളത് പറയേണ്ട കാര്യം. മധുരമായി പകവീട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ സംഗീതത്തെ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ച അപ്പന് നൽകുന്ന. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കാറ്. അങ്ങനെയും ചിന്തിക്കാം. ഇത് കാഷ്വലാണ്. ഞാനിപ്പോൾ പറയുന്ന കാര്യം എല്ലാവർക്കും വേണമെങ്കിൽ ഇത് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ അപ്പോഴും ചിന്തിച്ചേ, ഏറ്റവും ഇതൊന്നുമല്ലല്ലോ വലിയ കാര്യം, എന്നിൽ എങ്ങനെയാണ് ഈ സംഗീതവാസന ഉണ്ടായതെന്നാണ് എപ്പോഴും ചിന്തിക്കാറ്. എൻ്റെ ഫാദർ വാസ് എ വെരി ഗുഡ് മ്യൂസിഷ്യൻ. അദ്ദേഹം എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും വായിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബ്ലഡിൽ നിന്ന് ഞാൻ ജനിച്ചതുകൊണ്ടാണല്ലോ, ആ വിത്താണല്ലോ. അപ്പോൾ അതിന് എനിക്ക് പകരം അദ്ദേഹം ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കും. അത് അന്നത്തെ കാലഘട്ടത്തിലൊരു ജോലിയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ കലാകാരന്മാർ വളരെ മോശമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നൊരു കാലമാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് എൻ്റെ ഫാദർ ആഗ്രഹിച്ചു. വോയിസ് ഓഫ് ട്രിച്ചൂർ. യെസ്. ഇപ്പോഴും പിന്നെ ഔസേപ്പച്ചൻ്റെ ശബ്ദം ഒരു വോയിസ് ഓഫ് ട്രിച്ചൂർ തന്നെയാണ്. പക്ഷെ ആ വോയിസ് ഓഫ് ട്രിച്ചൂർ എന്നുള്ള ആ ട്രൂപ്പ് അല്ലെങ്കിൽ ആ ക്ലബ്ബ്, അതാണ് ഒരുപക്ഷെ ഔസേപ്പച്ചൻ്റെ മനസ്സിൽ ഈ സംഗീതത്തെ ഉലകുതിയത്. തീർച്ചയായിട്ടും. വേണമെങ്കിൽ ഔസേപ്പച്ചന് വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ശബ്ദം വേണം കേൾപ്പിക്കാം. ഹായ് ഔസേപ്പേ, എന്തു പറയുന്നു? നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകാറില്ല. നീ ഓർക്കുന്നുണ്ടോ പണ്ട് നീ ആ മൈനർ സെമിനാരിയിൽ നിന്ന് വെള്ളമുണ്ടും ഫുൾ കൈ ഷർട്ടും ഒരു വയലിനും പിടിച്ച് ഇറങ്ങിയ സമയത്ത് ഞാൻ സൈക്കിളിൽ വരുന്ന സമയത്ത് നിന്നെ കണ്ടു. നിന്നെ പിക്ക് ചെയ്ത് ക്ലബ്ബിൽ കൊണ്ടുപോയി ഓർമ്മയുണ്ടോ? വോയിസ് ഓഫ് ട്രിച്ചൂരിൽ അവിടെ നീ എത്തി. അവിടുത്തെ റിഹേഴ്സലും കാര്യം കണ്ടപ്പോൾ നീ അന്തം വിട്ടു നിന്നു. അവസാനം നീ ക്ലബ്ബിൽ ഇൻവോൾവായി, റിഹേഴ്സൽ വന്നു തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? ഫാദർ ഔസേപ്പച്ചൻ എന്ന പേര് വരുന്നതിന് പകരം ആ ഫാദർ എടുത്ത് കളഞ്ഞു. ഞാൻ മൂലം നീ സെമിനാരിൽ നിന്ന് പോന്നു, ഈ ഫീൽഡിലെത്തി. അവസാനം മ്യൂസിക് ഡയറക്ടറെ നാഷണൽ അവാർഡിൽ മേടിച്ചു. എവിടം വരെ എത്തി? ആർ യു സാറ്റിസ്ഫൈഡ്? ഔസേപ്പച്ചൻ അറ്റ്ലി മാഷ് അല്ലേ? അറ്റ്ലി അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഈ വോയിസ് ഓഫ് ട്രിച്ചൂരിലേക്ക് എന്നെ ക്ഷണിച്ചതും അതിനൊരു നിമിത്തമായതും അദ്ദേഹമാണ്. വഴിയിൽ വെച്ച് കണ്ടുണ്ടായ പരിചയമാണ്. ഞാനൊരു വയലിനെടുത്തിട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ ആ ഉണ്ണിമിഷിയ പള്ളി തോപ്പ് സെമിനാരിയുടെ അടുത്ത് ഞാനങ്ങനെ പോകുന്നു. ഇദ്ദേഹം സൈക്കിളിൽ തൊട്ടടുത്താണ്, അരിയങ്ങാടിയിലാണ് പഴയ വോയിസ് ഓഫ് ട്രിച്ചൂർ. ആദ്യകാലത്ത് ഒരു 3-ാം നിലയുടെ മുകളിലൊരു ചെറിയ മുറി. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ച് വെറുതെ കാഷ്വലായിട്ട് ഇവിടെ വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ചുവന്ന നിറത്തിലുള്ള ഗിറ്റാർ. അത് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ അപ്പുറത്തൊരു വേറൊരു പയ്യനിരുന്നിട്ട് ഒരു ചെറിയ രൂപ ഇരുന്നിട്ട് വയലിൻ വായിക്കുന്നു ഗംഭീരമായിട്ട്. അതാണ് പിന്നീട് ജോൺസൺ മ്യൂസിക് ഡയറക്ടറായി മാറിയത്. ഇതൊക്കെ മൊത്തം കണ്ടിട്ട് ജോൺസൺ മാഷും ഔസേപ്പച്ചനും ഒരുപക്ഷെ വോയിസ് ഓഫ് ട്രിച്ചൂർ മലയാളിക്ക് നൽകിയിട്ടുള്ള 2 സമ്മാനങ്ങളാണ്. ജോൺസൺ മാഷുടെയും ഔസേപ്പച്ചൻ്റെയും സ്വഭാവം രണ്ടിനും വ്യത്യസ്തമായിരുന്നു. ആയിരിക്കും. 2 എക്സ്ട്രീംസ് ആയിരുന്നു. എക്സ്ട്രീംസ്.
ഔസേപ്പച്ചന് വളരെ സൗമ്യഭാവത്തിരിക്കും, പക്ഷേ ജോൺസൺ വേണമെങ്കിൽ ഒറ്റ പൊട്ടിത്തെറിക്കും. നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്, സംഘർഷം നിർഭരമായിരിക്കും. സംഘർഷം ഞങ്ങൾ തമ്മിൽ അങ്ങനെ താമസിക്കുമ്പോൾ സംഘർഷമില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വളരെ ഭീകരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് കലാകാരന്മാർ ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും അവിടെ തീപ്പൊരി ഉണ്ടാകും. അത് കലയുടെയാണ് പ്രത്യേകതയാണ്. പിന്നെ വ്യത്യസ്ത മൂടുകളുള്ള ആൾക്കാരാണ്. പി ജയേന്ദ്രൻ ഒരുപക്ഷെ ഗായകനാണ്, അദ്ദേഹമാണ് വേറൊരു വഴി വെട്ടിത്തന്നത്. അതെ, ദേവരാജൻ മാസ്റ്ററിലേക്ക്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലബിന്, അതായത് ജയേട്ടൻ ഗാനമേളകൾക്ക് വരുമ്പോൾ ഞങ്ങളുടെ ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി ഓർക്കസ്ട്ര ഒരുക്കും, വോയിസ് ഓഫ് തൃശ്ശൂർ. അപ്പം ഞങ്ങളുടെ ക്ലബ്ബുമായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു അടുപ്പം വന്നു. പിന്നെ ഞങ്ങളുടെ കലാകാരന്മാർ എല്ലാവരും അവിടെ ഇത് ഒരു പ്രൊഫഷണലായിരുന്നില്ല, അമച്വേഴ്സ് ക്ലബ്ബ് എന്നാണ് പേര്. അത് മാത്രമല്ല, ഞങ്ങളവിടെ ഈ വയലിൻ വായിക്കാനോ ഗിറ്റാർ വായിക്കാനോ വരുന്നവരെല്ലാവരും ഔട്ട് ഓഫ് പാഷൻ. പകുതി പേര് ജോലിക്കാരാണ്, ഒന്നല്ലെങ്കിൽ ലെക്ചറർ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ ജോലി, ബാക്കി പേരെല്ലാം കോളേജിൽ പഠനം. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ്, പ്രൊഫഷണൽസ് ആരുമില്ല. അപ്പം അത്തരം ഒരു ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഈ പാഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഞങ്ങളുടെ മ്യൂസിക്കിനോടുള്ള പാഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആ മ്യൂസിക്കിനോടുള്ള ഒരു വാല്യൂ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ തന്നെ വ്യത്യാസമാണ്. അപ്പോൾ അത് ജയേട്ടന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ജയേട്ടൻ ഇത്തരം കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തി, ജയേട്ടനറിയാം ദേവരാജൻ മാഷ്ക്ക് ഇത്തരം ആൾക്കാരെ ഇഷ്ടമാണെന്നറിയാം. അങ്ങനെ ദേവരാജൻ മാഷെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. മാഷ്ക്കാണെങ്കിൽ അന്ന് ഒരുപാട് ഗാനമേളകൾ നാട്ടിൽ, മാധുരി ചേച്ചിയുടെ ഒരുപാട് ഗാനമേളകൾ മാഷ് നടത്തിയിരുന്നു. അപ്പോൾ അതിനൊരു സ്ഥിരം ട്രൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ജയേട്ടനിലൂടെയാണ് മാഷിലേക്കുള്ള കണക്ഷൻ വരുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് വലിയൊരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഔസേപ്പച്ചൻ കുടുങ്ങിപ്പോയെന്നെ അവിടെ. നമ്മൾ എന്തായാലും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഏതായാലും അത് എപ്പോഴും ഭാഗ്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഔസേപ്പച്ചൻ ചില്ലറ കുരുത്തക്കേടൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറലി ഉണ്ടാവുമല്ലോ. അത് ഒരു കുരുത്തക്കേട് ആകാശവാണി ജോലി കിട്ടാൻ വേണ്ടി 5000 രൂപ കൊണ്ട് കൈക്കൂലി. അതൊക്കെ ശരിയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അഴിയെണ്ണ പണിയാ ചെയ്തത്. അതെ അതെ, അഴിയെണ്ണാതിരിക്കാൻ വേണ്ടി മാപ്സാക്ഷിയാകാൻ വരെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എൻ്റെ അടുത്ത് അങ്ങനെ വന്നു. പക്ഷേ നമ്മൾ മാപ്പസാക്ഷിയായാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും അകത്ത് പോകുക. അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ചെന്നൈയിലേക്ക് മാറി താമസിച്ചതും കൂടി ആയതുകൊണ്ട് എൻ്റെ ഫാദർ അന്ന് എൻ്റെ ബ്രദറെ അയച്ചു ചെന്നൈയിലേക്ക്. അല്ല, അന്ന് അപ്പൻ്റെ പിന്നെ പ്രേരണയിലാണോ ഈ 5000 രൂപ കൊടുക്കുന്നത്? അപ്പനോട് പറഞ്ഞിട്ടാണ്. അതിൽ അപ്പന് ഭയങ്കര താല്പര്യമായിരുന്നു. അത് അവിടെയാണ് ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ബ്ലെൻഡ്, ഈ കലാപരിപാടികളിൽ ഞങ്ങൾ ഒന്നാകുന്നത്. കാരണം മാസാമാസം ഗവൺമെൻറ് ശമ്പളം, അത് സംഗീതമായാലും എന്തായാലും കണ്ണ് തുറന്നു. അങ്ങനെയാണ് ഫാദറാണ് എനിക്ക് 5000 രൂപീസ് തരുന്നത്. എന്തായാലും ഒരു കുടുക്കിൽ നിന്ന് ഔസേപ്പച്ചൻ രക്ഷപ്പെട്ടു. ഒരു കുടുക്കിൽ നിന്ന് നേരത്തിൽ ഔസേപ്പച്ചനെ രക്ഷപ്പെടുത്തിയത് ദേവരാജൻ മാസ്റ്റർ. ദേവരാജൻ മാസ്റ്ററുടെ ആ ഒരു എന്താ പറയുക സ്പർശമാണ് ഔസേപ്പച്ചൻ്റെ ആദ്യ ദിനങ്ങൾക്ക് ഒരു ജീവൻ നൽകിയത്. ആദ്യം തന്നെ അദ്ദേഹം പ്രതിഫലം നൽകി. അതാണ് മാഷിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ, മാഷ് സാധാരണ മാഷിൻ്റെ അവിടെ വായിക്കാൻ വരുന്ന അപ്രൻറ്റീസായിട്ട് നിൽക്കുന്ന ആർക്കും പേയ്മെൻറ്റ് കൊടുക്കാറില്ല. എൻ്റെ കൂടെ എന്നേക്കാൾ നന്നായിട്ട് സീനിയറായിട്ടുള്ള ആൾക്കാർ വായിക്കുന്നവർ പലപ്പോഴും പേയ്മെൻറ്റ് വാങ്ങിക്കാതെ കണ്ടു പോകുമ്പോൾ ഞാൻ ചെന്ന ഫസ്റ്റ് ഡേ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് തന്നു മാഷ്. കാരണം ഞാൻ മദ്രാസിൽ വന്നിരിക്കുകയാണ്, എനിക്ക് ജീവിക്കണം, വാടക കൊടുക്കണം. അപ്പോൾ അതിനെനിക്ക് പൈസ ആവശ്യമാണെന്ന് മാഷ്ക്കറിയാം. അതുകൊണ്ട് മാത്രം എനിക്ക് പൈസ തന്നു. എന്നേക്കാൾ ഒരു വർഷമായിട്ട് അവിടെ വായിക്കുന്ന എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് അവരിപ്പോഴും. അപ്പോൾ അവർക്കൊന്നും പൈസയില്ല, ഒരു വർഷം പേയ്മെൻ്റ് ഇല്ല, അതിനുശേഷം പകുതി പേയ്മെൻറ്റ്, പിന്നെ അങ്ങനെ കൂട്ടി കൊടുക്കും. അങ്ങനെ ഒരു രീതിയിൽ മാഷ് എനിക്കായാലും ജോൺസൺ ആയാലും ഒക്കെ ഫസ്റ്റ് ഡേ തൊട്ട് പേയ്മെൻറ്റ് എടുക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൂടുതൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവിലുള്ള ഒരു പ്രത്യേകത കൊണ്ടൊന്നുമല്ല. ഇവരിവിടെ വന്നു, ഇവർ തന്നെ ഇവിടെ ജീവിക്കുന്നു, ഇവർക്ക് ജീവിക്കാൻ പൈസ വേണം. ഒരുപാട് മഹത് വ്യക്തികൾ ഒരുപക്ഷെ ഔസേപ്പച്ചൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ താങ്കളുടെ പഴയ സുഹൃത്തുക്കൾ ആറ്റ്ലിയും അങ്ങനെ പലരെ കണ്ടു നമ്മൾ. ഇതിനിടയിൽ വേറൊരു പ്രധാനപ്പെട്ട വ്യക്തി കടന്നു വരുന്നുണ്ട്, ഭരതൻ. ഓഫ് കോഴ്സ്.
ഔസേപ്പച്ചനെ കുറിച്ച് എന്ത് പറയുമ്പോഴും ഒരു ടച്ച് ഭരതൻ്റെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിഷ്യനായിട്ട് ഈ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു വയലിനിസ്റ്റായിട്ട് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഔസേപ്പച്ചൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അല്ല, ഭരതേട്ടനായിട്ട് അതിനു മുമ്പേ ഞാൻ ദേവരാജൻ മാഷ് അവിടെ റെക്കോർഡിങ്ങിന് വരുമ്പോൾ ഉള്ള പരിചയമുണ്ട്. ഔസേപ്പച്ച ഇങ്ങനെ ഒരു ഔസേപ്പച്ചനെ മലയാളി അറിയാൻ ഇപ്പോൾ അറിയാൻ സാധ്യല്ല ഈ തലമുറയിലുള്ള പിള്ളേർ. ഇല്ല തീർച്ചയായിട്ടും. ഇത് എത്ര വർഷമായി? ഇത് 77 ഐ തിങ്ക് 77 78 ഷൂട്ട്. 78 ആരവം ഭരതൻ്റെ പടം. അത് പക്ഷെ അത് നല്ല സുന്ദരനായി കാണപ്പെടുന്നു കേട്ടോ. ഒരുപക്ഷെ ഇന്നത്തെ വേഷമാണ് അന്നത്തെ വേഷം. എങ്ങനെ അതിലേക്ക് വന്നു ഭവിച്ചു? അതൊരു ജിപ്സി സ്റ്റൈൽ ഓഫ് അത് ഒരു ആക്ച്വലി ദർ വാസ് എ വേൾഡ് ക്ലാസിക് ഫിലിം ഫിഡ്ലർ ഓൺ ദ റൂഫ്. ഒരു അസാധ്യ പടം. അപ്പോൾ ഭരതേട്ടന് അത്തരം ക്ലാസിക് പടങ്ങളോടൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷനിലായിരിക്കാം ഒരുപക്ഷെ ഒരു കഥാപാത്രം സിംബോളിക്കായിട്ട് ഈ മറ്റ് ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ ഒരു വയലിലൂടെ ഞാൻ പലപ്പോഴും അതിൽ വായിച്ചിരിക്കുന്ന ബിറ്റുകളെല്ലാം ആ മൂഡിനനുസരിച്ച് കരയുമ്പോൾ കരയുന്നതും ചിരിക്കുമ്പോൾ ചിരിക്കുന്നതിൻ്റെയും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ടാണ് വയലിൻ വായിച്ചത്. ഇത് ഭരതം പറഞ്ഞപ്പോൾ എന്താ ആവശ്യപ്പെട്ടു? അഭിനയിക്കാനോ എന്നൊക്കെ ഭരതേട്ടൻ പറഞ്ഞു, നമുക്കൊരു പടമുണ്ട്, ഇത് ഷൂട്ടിംഗ് ഹൊഗനേക്കലിലാണ്, അപ്പോൾ ഔസേപ്പച്ചൻ അവിടെ വരെ ഒന്ന് വരണം പറഞ്ഞപ്പോൾ എന്തിനാണാവോ? അല്ലെ ഒരു ചെറിയ ഒരു വേഷം അഭിനയിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാനില്ല, ആ റൂട്ടിൽ ആ വഴിക്കേ ഇല്ല. അപ്പം അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയലിനായിട്ട് അത്രയും പ്രണയത്തിലായിട്ട് നടക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലേക്ക് പോലും പോകുന്നത് പോലും എനിക്ക് അവിടെ വയലിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ, അതിനുള്ള അത്രയും ഇതായിട്ട്. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു അതിനെന്തിനാ, ഔസേപ്പച്ചന് ഇവിടെ വന്നിട്ട് വയലിൻ പ്രാക്ടീസ് ചെയ്താൽ മതി, അതിനാണ് വിളിക്കുന്നത്, അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം, അത്രയും മതി വയലിന് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓ അങ്ങനെയാണെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ട് ഞാനും പ്രതാപബോധനും കൂടി ഒരു ഫിയറ്റ് പത്മിനി, പഴയ പ്രതാപബോധൻ്റെ കാറാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അഭിനയിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അരങ്ങേറിയ പടമാണത്, പുതിയ പ്രതിഭകൾ എന്ന് പറഞ്ഞിട്ട് അതിലെഴുതി വന്നിട്ടുണ്ടാവും പടത്തിൽ. ഭാരതൻ്റെ അടുത്ത പടം, ആ പടത്തിൽ ഔസേപ്പച്ചൻ കുറച്ചുകൂടി മുമ്പോട്ട് പോയി. ഈണം ഒരു സംഗീതജ്ഞൻ അവിടെ ജനിക്കുകയായിരുന്നു. ഒരു വയലിനിസ്റ്റായ ഔസേപ്പച്ചൻ ഒരു സമ്പൂർണ്ണ സംഗീതജ്ഞനായി അവിടെ ഉരുത്തിരിയുകയാണ്. ഭരതൻ ഒരുപാട് പേർക്ക് സ്പർശം നൽകിയിട്ടുണ്ട്. ഇവിടെ ഔസേപ്പച്ചൻ എന്നുള്ള സംഗീതജ്ഞനെ അദ്ദേഹം കടഞ്ഞെടുക്കുകയാണ്. സത്യമാണ്. That is true. അന്ന് എങ്ങനെ ഔസേപ്പച്ചന് ആ ഒരു സംഭവത്തെ ഔസേപ്പച്ചന് അറിയാമായിരുന്നു ഇത് ഞാനൊരു പുതിയൊരു വഴിത്താര, ഇതൊരു പുതിയ വഴിയാണ് തുറക്കപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ സീരിയസ് ആയിരുന്നില്ല. ആ ഒരു പുതിയ വഴി ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന വഴിയിലേക്കുള്ള ഒരു ചെറിയ ഇടുങ്ങിയ ഓപ്പണിംഗ് ആണത്. വളരെ നേരമായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. പക്ഷേ ആ ഓപ്പണിങ്ങിലൂടെ ആ ഓപ്പണിംഗ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു ഓപ്പണിംഗ് ആണെന്ന് പോലും ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഇപ്പുറത്ത് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വഴിയാണ്. ഞാൻ വലിയൊരു വഴി, എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി ഒന്നുമല്ല, ഈ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു സംഗീതജ്ഞനാവണം ത്രൂ വയലിൻ എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മേലെയാണ് അതിൻ്റെ റീച്ചും, അതിനുള്ള എൻ്റെ അതിനുള്ള കഷ്ടപ്പാടുകളും അതിനുള്ള എല്ലാ പ്രാക്ടീസുകളും എല്ലാം അതിനുവേണ്ടി നടക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതൊരു വഴി ഇങ്ങനെ കണ്ടു, ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു, നിസ്സാരമായിട്ട് അങ്ങോട്ട് ചെയ്തു. പക്ഷേ അത് അന്ന് അവിടെ ഒരു എന്താ പറയുക, ഒരു ലിങ്കായിട്ട് അവിടെ കിടന്നു. 2 വർഷത്തിന് ശേഷം ആ ലിങ്കാണ് വീണ്ടും ഭരതേട്ടൻ എന്നെ വിളിച്ച് കാതോട് കാതോരം, അതാണ് അടുത്ത മേജർ ബ്രേക്ക്. അവിടേക്കാണ് അത് ലീഡ് ചെയ്തത്.
അപ്പോഴാണ് ആ വഴി ഇവിടെ തുറന്നത് ഇതിലേക്കായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ ഔസേപ്പച്ചനെ മലയാളി നെഞ്ചിലേറ്റിയ മുഹൂർത്തം. ONVയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം. മലയാളിക്ക് സംഗീതം ഒരു മാസ്മരികമായൊരവസ്ഥയായി മാറി. ഈ ഒരു രീതിയിലേക്ക് ഔസേപ്പച്ചൻ ഉരുത്തിരിയുമെന്ന് ഔസേപ്പച്ചൻ ചിന്തിച്ചിരുന്നു? ഇല്ല. അതും ഈ കാതോടു കാതോരം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴും അത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് സംഗീത സംവിധാനം ചെയ്യുകയാണ്. ഇതിൽ പാട്ടുണ്ടാക്കി അത് പുറത്തു വരുന്നു, അത് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നു, പലരും അതിനെക്കുറിച്ച് പറയുന്നു. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു മറ്റൊരു കാര്യത്തിൽ. കുറച്ച് പടങ്ങൾക്ക് ശേഷമാണ് എൻ്റെ റൂട്ട് പതുക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ വേരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഊരിക്കൊണ്ടിരുന്നത്. ഈ ഞാൻ പറഞ്ഞു ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം പോലും വയലിൻ വായിക്കുന്നതാണ്. അല്ല, ഞാൻ ആക്ച്വലി ഞാനൊരു സംഗീത സംവിധായകനാകാൻ വേണ്ടി ഒരിക്കലും അന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഒരു വയലിൻ്റെ ഉയർന്ന തലത്തിലേക്ക് പോകണം. എൻ്റെ ഇമാജിനേഷൻസ് മുഴുവൻ അത്തരത്തിലായിരുന്നു. പക്ഷേ ദൈവനിശ്ചയം നമുക്ക് തടുക്കാൻ പറ്റും. ദൈവനിശ്ചയവും അല്ലെങ്കിൽ ഭരതനിശ്ചയവും. ആ, ഭരതൻ്റെ ഒരു ഭ്രാന്താന്നൊക്കെ വിചാരിച്ചോ ഇടയ്ക്ക്? ഇയാൾക്ക് നമുക്ക് എന്ത് ഭരതേട്ടൻ എന്നെ ഇങ്ങനെ ഏത് കോലത്തിലേക്ക് എത്തിക്കുന്നു? അല്ല, അതാരും ചിന്തിക്കത്തില്ല. കാരണം മറ്റുള്ളവർക്കെല്ലാം, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം ഈ സംഗീത സംവിധാനം ചെയ്യുന്നതിൽ വലിയ കാര്യമായിട്ട് തോന്നി. എനിക്ക് മാത്രമേ തോന്നാത്തേ ഉള്ളൂ. ഔസേപ്പച്ചൻ്റെ സംഗീതത്തിന് മകുടം ചാർത്തുന്ന വരികൾ പ്രദാനം ചെയ്ത മലയാളത്തിൻ്റെ മഹാകവി ഔസേപ്പച്ചനെ കുറിച്ച് സംസാരിക്കുന്നു. വന്ന് കയറുമ്പോൾ തന്നെ ട്യൂണും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്ന സ്വഭാവം ഔസേപ്പച്ചനില്ല. മനോഹരമായി ഔസേപ്പച്ചൻ ഇട്ടു തന്ന ട്യൂണിന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ കവിതകളും സന്തോഷത്തോടെ ഔസേപ്പച്ചൻ ചെയ്തിട്ടുണ്ട്. കാരണം ഔസേപ്പച്ചന് സംഗീതം അറിയാം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ട് ഇപ്പോഴും സിനിമ കഴിഞ്ഞ് സീരിയലായിട്ട് ഇവിടെ തുടരുന്നുണ്ട്. അത് ആകാശദൂത് എന്ന് പറയുന്ന, അതൊരു വലിയ ഒരു ജനപ്രീതി നേടിയ ചിത്രമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടും ഞങ്ങളുടെ ആ പാട്ടുകൾ അവർ പ്രയോഗിക്കുന്നുണ്ട്. ജ്ഞാനപീഠം കയറിയ ഒരു മഹത് വ്യക്തിയുടെ വളരെ ആർജവത്തോടെയുള്ള അനുമാനങ്ങളാണ്. ഒരുപക്ഷെ ഔസേപ്പച്ചന് കിട്ടുന്ന വലിയൊരു ബഹുമതി കൂടിയാണ് തീർച്ചയായിട്ടും ഈ പരിപാടി. അദ്ദേഹം നമ്മളെക്കുറിച്ച് പറഞ്ഞതിൽ എന്തുമാത്രം ഞാൻ അർഹിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മനസ്സുണ്ടായി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കാരം പറയുന്നു. കാരണം എന്നെ ആദ്യമായിട്ട്, എൻ്റെ തലതൊട്ടപ്പനാണ് അദ്ദേഹം. ഞാനെപ്പോഴും പറയും, ആദ്യമായിട്ട് സംഗീതം അന്ന് എനിക്ക് അറിഞ്ഞൂടെ അതിൻ്റെ വലിപ്പമെന്ന് അറിഞ്ഞൂടെ, ഇപ്പം അറിയുന്നുണ്ട്. ആ ഒരു പാട്ട് അത്രയ്ക്കും മനോഹരമായിട്ട്, എൻ്റെ ആദ്യത്തെ സംഗീതത്തിന് ഇത്രയും മനോഹരമായിട്ടുള്ള വരികൾ തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. ആ ഫസ്റ്റ് പടത്തിലെ പാട്ടുകൾ എഴുതപ്പെട്ടത് നന്നായില്ലായിരുന്നുവെങ്കിൽ അതായിരിക്കും അതിൻ്റെ എൻഡ്. പിന്നീടൊരു ശ്രമം എനിക്കില്ല, നാട്ടുകാർക്കും ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഇത് ഫസ്റ്റ് പാട്ട് ഇത്രയും ഭംഗിയാക്കി തന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആൾ ഓഫ് കോഴ്സ് ഭരതേട്ടനാണ്, ഇതിൻ്റെ സൃഷ്ടികർത്താവെങ്കിലും ആ വരികൾ നന്നായതുകൊണ്ടാണല്ലോ നീയൻ സർഗ സൗന്ദര്യം. ഈണമല്ലല്ലോ, ഈണം ചുമ്മാ ഒരു മോഹനത്തിലൊരു ഈണമാണ്. ആ പാട്ടിടയ്ക്ക് ഔസേപ്പച്ചൻ പാടാറില്ലേ? ഏതോ ആ പാട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടാറില്ല? ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. ഒന്ന് പാടി തുടങ്ങിയാൽ നമുക്ക്. ഓക്കെ. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ ശബ്ദ സംഗീതമേ, നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ ശബ്ദ സംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ.
ഈ കയ്യടി മുഴുവൻ ONV സാറിനുള്ളതാണ്. കാരണം ഇത് പണ്ടേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പം അത് വീണ്ടും പറയുകയാണ്. നീ തീർത്ത ഇതിൻ്റെ പല്ലവിയുടെ എൻഡ് ലൈൻ, അതിൻ്റെ ഒരു കൾമിനേഷനാണ് ആ ട്യൂണിൻ്റെ. ഇതിനും നന്നായിട്ട് ഇത് ഈണത്തിന് നൽകിയതാണ്, ഈണത്തിന് വരികൾ എഴുതിയതാണ്. ഔസേപ്പച്ചൻ പിന്നീട് പിന്നോട്ട് തിരിഞ്ഞ് നോക്കിയില്ല. തൊട്ടടുത്ത വർഷം 3 പടങ്ങളാണ് വന്നത്. അതിൽ ചില പാട്ടൊക്കെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റുകളായി. ചിലമ്പിലെയൊക്കെ പാട്ടുകൾ ഒരുപക്ഷെ ഔസേപ്പച്ചനെ കടഞ്ഞെടുക്കുകയായിരുന്നു. ഔസേപ്പച്ചൻ ഇത് പലപ്പോഴും ജീവിതത്തിൽ പാടിയിട്ടുള്ള പാട്ടായിരിക്കും. ചെറിയതായിട്ട് വിരഹമൊക്കെ തോന്നുമ്പോൾ ഈ പാട്ട് മൂടിയിരുന്നു. വിരഹമല്ല, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കേട്ടപ്പോൾ ആലോചിച്ചത് വേറൊന്നുമില്ല. ആ പാട്ട് കേട്ടപ്പോൾ ദാസേട്ടനെ പോലെ ഒരു ഗായകൻ അത് പാടിയില്ലായിരുന്നുവെങ്കിൽ എന്ന് ആലോചിച്ചു പോവുകയായിരുന്നു. ഔസേപ്പച്ചൻ പാടുന്നത് ഞങ്ങൾ കേൾക്കട്ടെ. ഞങ്ങൾക്കിപ്പോൾ ഔസേപ്പച്ചൻ പാടുന്ന ഇഷ്ടം. താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറം മാറി. താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറം മാറി. കേകയായി കേഴുമ്പോ ദൂരെ സ്വനം താവകനിൻ താരാട്ടുമായി ദൂരെയേതോ കാനനത്തിൽ. താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറം മാറി. ഔസേപ്പച്ചൻ മലയാളിയുടെ മനസ്സിൽ ഒരുപാട് തളിരിട്ടിട്ടുള്ളൊരു പാട്ടായിരുന്നത്. സിനിമയുടെ പശ്ചാത്തല സംഗീതത്തെയാണ് പിന്നീട് സംഗീത സംവിധാനത്തിന് വേണ്ടി ഔസേപ്പച്ചൻ ഉപയോഗിച്ചത്. അതൊരു തന്ത്രമായിരുന്നു, അതെയോ അതോടുള്ളൊരു ആഭിമുഖ്യമായിരുന്നു? അതാണ് പിന്നീട്. യെസ്, ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പശ്ചാത്തല സംഗീതത്തിൽ ഒരുപാട് പടങ്ങൾ വന്നു. അതെന്തായിരുന്നു ചോദിച്ചാൽ തന്ത്രമായിരുന്നു. അതെ, തന്ത്രമായിരുന്നു. അതെയോ തന്ത്രം? എന്തിനുള്ള തന്ത്രം? അതിലൊരു വിജയത്തിൻ്റെ ഒരു സൂക്തം തീർച്ചയായിട്ടും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അന്നത്തെ കാലത്ത് ചെയ്യുമ്പോൾ, പശ്ചാത്തല സംഗീതം ചെയ്യുമ്പോൾ നമുക്ക് പരിചയം വേണം. അറിഞ്ഞാൽ പോരാ, എന്തറിവുണ്ടായിട്ടും കാര്യമില്ല. നമ്മളൊരു സംഗീതം ഉണ്ടാക്കുന്നതിലല്ല അന്നത്തെ കാലത്ത്. ഇന്ന് വ്യത്യാസമുണ്ട്. അന്നെന്ന് പറഞ്ഞ സമയത്തിൻ്റെ ഒരു പരിധി വളരെ വലുതായിരുന്നു. നമുക്ക് ഒരു റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇത്ര സമയത്തിനുള്ളിൽ എത്രയും സ്പീഡിൽ ചെയ്യുന്നത് ആൾക്കാണ് വിജയം. ഒരു ദിവസം കൊണ്ട് ഒരു പടത്തിൻ്റെ റീ റെക്കോർഡിങ് ചെയ്യാൻ സാധിച്ചാൽ പ്രൊഡ്യൂസർ ഹാപ്പി, ഡയറക്ടർ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ കാലത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ടായി. മെയിനായിട്ട് വരുന്നത് ഈ സ്പീഡിൽ ചെയ്യാൻ പറ്റായിക. പിന്നീട് കാലം മാറി. അപ്പോൾ അന്നൊരു പലപ്പോഴും അത് വളരെ ഖേദകരമായിട്ടുള്ള പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു റീ റെക്കോർഡിങ് തുടങ്ങി അത് പകുതിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം വിചാരിച്ച പോലെ സ്പീഡിൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സംവിധായകൻ എന്നെ മാറ്റി മറ്റൊരാളെ ഒഴിവാക്കി വേറെ ആളെ ഏൽപ്പിച്ചു. പെട്ടെന്ന് കാര്യം നടക്കാൻ വേറെ ആളെ ഏൽപ്പിച്ചു. അതെന്താ ഔസേപ്പച്ചൻ എന്താ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സ്ലോ ആയിട്ട്, അതാണ് പരിചയക്കുറവെന്ന് പറയുന്നത്. നമുക്ക് ചെയ്ത് പരിചയം വേണം. അത് ഇന്നാണെങ്കിൽ ഒരുപാട് അതേ സംവിധായകർ ഇന്ന് ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം, പാട്ട് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ്, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ നേരത്തെ ചോദിച്ചില്ലേ, ഒരു വാശി, എൻ്റെ ഫാദറോട് മധുരമായിട്ടുള്ള പ്രതികാരമാണ്. അത് പ്രതികാരം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അറിയാത്തൊരു കാര്യം അറിയണം എന്നുള്ള തോന്നിക്കഴിഞ്ഞാൽ. ഔസേപ്പച്ചനെ ഒഴിവാക്കിയ സംവിധായകൻ പിന്നീട് ഔസേപ്പച്ചനെ വിളിച്ചോ? തീർച്ചയായിട്ടും വിളിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ തന്നെ പടത്തിൽ പോയിട്ട് അത് താങ്കൾ ചെയ്തു കൊടുത്ത സംഗീതം ഒരുപാട് ചെയ്തു. പിന്നീട് ആരാണ് ആ സംവിധായകൻ? അത് വേറെ ആരുമല്ല, എല്ലാവർക്കും അറിയാം. ഡയറക്ടർ ജോഷി. അപ്പോൾ ആദ്യം ഔസേപ്പച്ചനെ ഒഴിവാക്കിയ സമയത്ത് ഔസേപ്പച്ചനെ ജോഷിയെ കടിച്ചു കീറാനുള്ള ദേഷ്യം. കടിച്ച് കീറാനുള്ള ദേഷ്യമല്ല തോന്നിയത്.
സി ഐ വാസ് ട്രൈങ് ടു ഗിവ് എ ഡിഫറെൻറ്റ് മ്യൂസിക്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് മനസ്സിലാക്കി. ആ പടത്തിൽ സാധാരണ രീതിയിൽ മറ്റൊരാളെ വെക്കുമ്പോൾ ഞാൻ ചെയ്ത മ്യൂസിക് മുഴുവൻ മാച്ച് കളഞ്ഞിട്ട് തുടക്കം തൊട്ട് ആദ്യം ചെയ്യുന്നൊരു പതിവാണ് അവിടെയുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. താൻ ചെയ്തത് വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ ഈ നിലയിൽ പോയാൽ പടം റിലീസ് ചെയ്യാൻ പറ്റില്ല. 2 ദിവസം കൊണ്ട് ഇത് കഴിക്കണം. അന്ന് ഔസേപ്പച്ചൻ പൊട്ടിത്തെറിച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഇല്ല, പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല. നമുക്ക് മനസ്സിൽ ഭയങ്കര ഒരു നഷ്ടബോധം ഉണ്ടായി. മനസ്സിൽ ജോഷി എത്ര തെറി പറഞ്ഞു? ഏതോ മനസ്സിൽ ജോഷി എത്ര തെറി പറഞ്ഞു? തെറിയൊന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഇതല്ല. ആ സുഹൃത്ത് പറഞ്ഞ വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അതെയാ? മുഴുവൻ പറയണ ഞാൻ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പല എന്താ പറയുക, ഇംപ്രൊവൈസേഷൻ ഉണ്ടായിക്കാം, വിധിയെല്ലാം ഉണ്ടായേക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു ഖേദകരമായിട്ട്. എന്താ ഇവരൊന്നും മനസ്സിലാക്കി. ഇനി ഞാൻ ഇയാൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ ഔസേപ്പച്ചൻ പിന്നീട് ജോഷിക്ക് വേണ്ടി വീണ്ടും സംഗീതം ചെയ്യാൻ പോയി. അത് ഔസേപ്പച്ചൻ്റെ കോംപ്രമൈസ് ആണോ? കോംപ്രമൈസ് ഒന്നുമില്ല. അദ്ദേഹത്തിനോട് എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് എന്നെയും വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ സംഗീതത്തിനെ കുറിച്ച്, എൻ്റെ പാട്ടിനെ കുറിച്ച് അതിന് ശേഷവും കാണുമ്പോൾ പ്രത്യേകിച്ച് പാട്ടുകളെക്കുറിച്ച് എപ്പോഴും എടുത്തു പറയും. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിന്നുകൊണ്ടിരുന്നിരുന്നു. ആ ഒരു നിമിഷത്തിൽ നമുക്ക് ഒരു ഇത്തിരി കട്ടിയാണത് ഫേസ് ചെയ്യാനായിട്ട്. കാരണം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്ക് പകുതിയിൽ നിർത്തി നമ്മൾ പുറത്ത് പോകേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ഇന്ന് നന്ദിയുള്ള ആളാണ്. കാരണം അദ്ദേഹം അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറേശ്ശെ ചെയ്തുകൊണ്ട് ഇന്നിരുന്നേനെ. ഇതിലെനിക്കൊരു വാശിയും ഇതൊക്കെ വൈരാഗ്യമൊക്കെ ഉണ്ടാകാനായിട്ട് അദ്ദേഹം ഒരു നിമിത്തമായി. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ജോഷി നല്ലൊരു പാഠമാണ് ഔസേപ്പച്ചനെ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും. ഒരു യുവഗായകൻ എന്തോ ഔസേപ്പച്ചനോട് ചോദിക്കാനുണ്ട്. സാറ് ദേവരായ മാസ്റ്ററുടെ കൂടെ സംഗീതം തുടങ്ങിയ ആളാണ്. അന്ന് മുതൽ പിന്നീട് എത്രയോ വർഷങ്ങൾ പല സീനിയറായ സംഗീത സംവിധായകരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാലം വരെയും പാട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തെങ്കിലും തനതായ ഒരു സംഗീത ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ഹോംവർക്കുകളാണ് ചെയ്തിട്ടുള്ളത്? സാറിൻ്റെ സംഗീത സംവിധാനത്തിൽ ഈ ഓ പ്രിയ എന്ന് പറഞ്ഞ പാട്ട് വരെയുള്ള പാട്ടുകൾ, അതിന് മുമ്പുള്ള പാട്ടുകളൊക്കെ എന്ന് പറയുന്നത് പലപ്പോഴും ലൈവ് ഓർക്കസ്ട്രയുടെ ഒരു രീതിയിൽ റെക്കോർഡ് ചെയ്ത പാട്ടുകളാണ്. പിന്നീട് കീബോർഡ് പ്രോഗ്രാമിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ അഴലിൻ്റെ ആഴങ്ങൾ വരെയുള്ള പാട്ടുകൾ സാറിൻ്റെ സൂപ്പർ ഹിറ്റായ പാട്ടുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ സമീപനം വേറൊരു രീതിയാണ്. അപ്പോൾ ഏതാണ് സാറിന് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ തന്നെ പൊതുവായി ഏത് രീതിയിലാണ് പാട്ടുകളെ വ്യത്യസ്തമാക്കാൻ വേണ്ടി സാറ് സമീപിക്കുന്നത് എന്നറിയാൻ ഒരു ആഗ്രഹം. ഔസേപ്പച്ചൻ മാറി, ഔസേപ്പച്ചനും മാറി. അതിനേക്കാൾ മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം പറയാം. മാറിയത് കാലം മാറുന്നുണ്ടല്ലോ. കാലത്തോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ ഔസേപ്പച്ചൻ തയ്യാറല്ല. അല്ല, കാലം മാറുന്നത് നമുക്ക് വേണ്ടിയാണ്. വേറൊരു തലമുറയാണ് അതുവരെ താങ്കൾ ത്രസിപ്പിച്ചിരുന്നെങ്കിൽ ഈ അനിയത്തിപ്രാവിലെ പാട്ട് പുതുതലമുറയെ വല്ലാതെ ആകർഷിച്ചു. ഔസേപ്പച്ചൻ അങ്ങോട്ട് ചെറുപ്പക്കാരനായി മാറി. ചെറുപ്പക്കാരനായി മാറുക. ഒരു പക്ഷേ ഔസേപ്പച്ചൻ എങ്ങനെയായിരിക്കും പാട്ട് പാടാൻ വന്നവരെ പാട്ട് പഠിപ്പിച്ചത്? അതായത് ചെറുപ്പക്കാരനായി മാറുക എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഓക്കെ, ചെറുപ്പക്കാരനാണല്ലോ. അല്ല, നമ്മൾ അതിൽ നിന്ന് മാറുന്നില്ലല്ലോ. ചെറുപ്പത്തിൽ നിന്ന് മാറുന്നില്ല. That's what I feel. ആരൊരാളിനോട് പറഞ്ഞ പോലെ ഔസേപ്പച്ചൻ ഈ പാട്ടിലൂടെ ഒരേ സമയം പക്വതയും ആർജിച്ചു, കൂടുതൽ ചെറുപ്പവും ആർജിച്ചു. അങ്ങനെ രണ്ട് വൈരുദ്ധ്യങ്ങൾ നമ്മൾ മനസ്സിൽ കരുതുന്ന രണ്ടിനെയും ഔസേപ്പച്ചൻ പുണർന്നു. ഔസേപ്പച്ചൻ്റെ പ്രത്യേകത, ഈ പാട്ടൊക്കെ ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തിയ ശേഷം ഔസേപ്പച്ചൻ തന്നെ പാട്ട് പാടിയ ശേഷമാണ് പലരെ കൊണ്ട് പാടുന്നത്. ട്രാക്കൊക്കെ പാടിയതിന് ശേഷമാണ് ട്രാക്ക് പാടി വയ്ക്കുക. എനിക്ക് എങ്ങനെയാണ് ഈ പാട്ട് വേണ്ടത് എന്നുള്ളത് അതിൻ്റെ പൂർണ്ണഭാവവും ഞാൻ എൻ്റെ പാട്ടുകൾ ട്രാക്ക് 100% ഞാൻ തന്നെ പാടും. കാരണം മറ്റൊരാൾ പാടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിപ്പണിയാണ്. അത് പഠിപ്പിച്ച് ആ ഭാവം മുഴുവൻ മറ്റൊരാളെ പഠിപ്പിച്ച് പാടി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റേണ്ട ആവശ്യം വരില്ല. അങ്ങനെ എനിക്ക് പാടിക്കാൻ പറ്റുള്ളൂ ആരായാലും. അപ്പോൾ ഒറിജിനൽ ആൾ പാടുന്ന ആളെയല്ലേ നമ്മൾ പാടിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ആ ട്രാക്ക് ഞാൻ പാടി വയ്ക്കും. എനിക്ക് എൻ്റെ ഓ പ്രിയ എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ ഔസേപ്പച്ചൻ എന്തായിരുന്നു മനസ്സിൽ ചിന്തിച്ചു? ഒരുപക്ഷെ ഈ കഥാപാത്രങ്ങൾ ഈ പാട്ടിനോട് നീതി പുലർത്തുമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും അതിൻ്റെ സംവിധായകനിൽ എനിക്ക് വലിയ വിശ്വാസമായിരുന്നു. ഡയറക്ടർ ഫാസിൽ അദ്ദേഹം പാട്ട് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും, നമുക്കറിയാം.
പിന്നെ അദ്ദേഹത്തിന് നമ്മൾ വേണ്ടി കമ്പോസ് ചെയ്യുമ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ലൊരു വേവ് ലെങ്ത് ഉണ്ട്. ഔസേപ്പച്ചൻ എങ്ങനെയാണ് പാടിക്കൊടുത്തത്? ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം, അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരഴകേ, നിറമിഴിയായി നിമകണമായി അലിയുകയാണീ വിരഹം. ഓ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഒന്നും പ്രണയിക്കാത്ത ഒരാൾക്ക് ഇങ്ങനൊരു പാട്ട് ചിട്ടപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല, അത് തീർച്ചയാണ്. അതിനുശേഷം ഔസേപ്പച്ചൻ, ഞാൻ പ്രണയത്തിൽ നിന്ന് മാറുകയാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ അത് പറയുമ്പോൾ തന്നെ ഔസേപ്പച്ചൻ്റെ മുഖത്തൊരു ചെറിയൊരു വിഷമം. ഞാൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെ അങ്ങനെ ഫിലോസഫിക്കലാക്കി മാറ്റിയിട്ട് ഡയലൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അത് വിട്, ആ നമ്പർ